സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകം അധ്യായം 11 6 തിരുവചനം. രാവിലെ നിൻ്റെ വിത്ത് വിതയ്ക്ക, വൈകുന്നേരത്ത് നിൻ്റെ കൈ ഇളച്ചിരിക്കരുത്. ഇതോ അതോ ഏത് സഫലമാകും എന്നും രണ്ടും ഒരുപോലെ നന്നായിരിക്കുമോ എന്നും നീ അറിയുന്നില്ലല്ലോ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട സത്യവേദ പുസ്തകത്തിലെ സഭാപ്രസംഗിയുടെ പുസ്തകം അധ്യായം 11 അതിൻ്റെ 6 തിരുവചനത്തിൽ നാം ഈ ഭൂമിയിൽ ദൈനംദിനം ചെയ്യുന്ന കാര്യങ്ങളിൽ മടുത്തു പോകാതെ, മുഷിഞ്ഞു പോകാതെ വ്യാപൃതരായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ഉപദേശിക്കുകയാണ്. ചിലരെങ്കിലും അവർ തുടങ്ങിയ സൽപ്രവൃത്തികൾ, അവർ തുടങ്ങിയ പുണ്യപ്രവൃത്തികൾ, അവർ തുടങ്ങിയ നല്ല കാര്യങ്ങൾ കുറേ കാലം ചെയ്ത് നിർത്തിവെക്കുന്നവരുണ്ട്. അഥവാ മടുത്തും മുഷിഞ്ഞും ഞാനീ ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രതിഫലവുമില്ല, ആർക്കും ഒരു ഫലമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ചെയ്യുന്ന ശുശ്രൂഷ, ആ കഴിഞ്ഞ നാളുകളിൽ ഓടി നടന്നു വളരെ ഭാരത്തോടെ, വളരെ ഉത്സാഹത്തോടെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നിർത്തിവെക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. നിങ്ങൾ ചെയ്ത സൽപ്രവൃത്തികൾ, അഥവാ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരിക്കലും നിർത്തരുത്. അത് കർത്താവിൻ്റെ നാളോളം ചെയ്യേണ്ടതാണ്. ദൈവം നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും ദൈവകൃപയും നൽകുന്നിടത്തോളം അത് തുടരേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവം നമ്മെ സൽപ്രവൃത്തികൾക്കായി ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് മറ്റൊരു വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവ ചെയ്തു പോരേണ്ടതിന് ദൈവം മുൻനിയമിച്ചിരിക്കുന്നുവെന്നും വചനം പറയുന്നു. അതുകൊണ്ട് തന്നെ നാം ചെയ്തു തുടങ്ങിയ ഏതൊരു സൽപ്രവൃത്തിയും ദൈവത്തിൻ്റെ നാളോളം, അഥവാ ദൈവത്തിൻ്റെ സമയത്തോളം, അല്പം കൂടെ വിശാലാർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവം ഈ ഭൂമിയിൽ നമുക്ക് നൽകിയിരിക്കുന്ന ആയുസ്സിൻ നാളെല്ലാം നമുക്ക് അത് ചെയ്യാൻ കഴിയുന്നിടത്തോളം അത് ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അത് പ്രേക്ഷിത പ്രവർത്തനം മാത്രമല്ല, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ചെറുതും വലുതുമായ ഉത്തരവാദിത്തങ്ങൾ, കടമകൾ, കർത്തവ്യങ്ങൾ, അവയെല്ലാം നാം നിരന്തരമായി നാം ചെയ്യേണ്ടത് അത്യാവശ്യം. ഇവിടെ അത് ഒരു ഉപമയിലൂടെയാണ് ശലോമൻ രാജാവ് വെളിപ്പെടുത്തുന്നത്. രാവിലെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരവും അത് തുടരുക എന്നാണ് പറയുന്നത്. രാവിലെ മുതൽ ഉച്ചവരെ വിതച്ചല്ലോ, മതിയെന്ന് ചിന്തിക്കാൻ ഇവിടെ അനുവാദമില്ല. വൈകുന്നേരം വരെ വിതച്ചുകൊണ്ടേയിരിക്കുക. ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളാണ് രാവിലെ എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. രാവിലെ, ഉച്ച, വൈകുന്നേരം, ഇതെല്ലാം ജീവിതത്തിൻ്റെ പല വർഷങ്ങൾക്കിടയിലുള്ള സമയങ്ങളുടെ ഒരു ചുരുക്കെഴുത്താണ്. നാം എല്ലായ്പ്പോഴും ചെയ്തു വരുന്ന നന്മകൾ തുടരണം എന്ന് ഇത് അർത്ഥമാക്കുന്നു. നിങ്ങൾ ദൈവനാമ മഹത്വത്തിനായി തുടങ്ങിയ ഏതൊരു കാര്യവും
തുടർമാനമായി ചെയ്തുകൊണ്ടേയിരിക്കുക. ഒപ്പം നിങ്ങൾക്ക് വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി ആരംഭിച്ച സൽപ്രവർത്തികൾ അത് തുടർന്നുകൊണ്ടിരിക്കുക. ഒരു പ്രതിഫലം ഉണ്ടാവും നിശ്ചയം. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോ മനിക്കും സ്നേഹം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോ മനിക്കും സ്നേഹം. കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ. നാഥാ നിന്നെ എന്നും വാഴ്ത്തിടാം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോ മനിക്കും സ്നേഹം. കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ. നാഥാ നിന്നെ എന്നും വാഴ്ത്തിടാം. എന്നെ പേരു ചൊല്ലി വിളിച്ചു നീ, നിന്റെ മാറിൽ ചേർത്തു നീ. എന്നെ പേരു ചൊല്ലി വിളിച്ചു നീ, നിന്റെ മാറിൽ ചേർത്തു നീ. ഉള്ളിനുള്ളിൽ വചനം പകർന്നു നീ, നിന്റെ പുണ്യപാത തെളിച്ചു നീ. നേർവഴിയിൽ നയിച്ചു നീ. ഈശോയേ പാലകനേ, ഈശോയേ പാലകനേ.